വഴിയോര കാഴ്ചകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിഷൻ സിറ്റി വേൾഡ് ക്ലാസ് ഓപ്റ്റിക്കൽ ഷോ ആൻഡ് ടൈം സിറ്റി വാച്ച് ഗാലറി കരുനാഗപ്പള്ളി. ബഷി ഷൂ ബസാർ ആൻഡ് മൊബൈൽ സിറ്റി. ബഷി ജെൻസ് വേൾഡ് മസ്ജിദ് റോഡ് കരുനാഗപ്പള്ളി. ഓപ്പണിംഗ് ഷോർട്ട്ലി. കിഡ്സ് വേൾഡ് പ്ലേ സ്കൂൾ തേവലക്കര. പ്രിയമുള്ളവരെ നമസ്കാരം. നിങ്ങൾക്കേവർക്കും വേണാട് ടി.വിയുടെ വഴിയോര കാഴ്ചകൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സജി കൃഷ്ണൻ. എന്നെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ കുറേയധികം വർഷങ്ങളായിട്ട് ഇവിടെ കലാപരമായിട്ടുള്ള പല പല പ്രോഗ്രാമുകളിലൂടെയും മീഡിയകളിലൂടെ, അതായത് സൂര്യ ടി.വി രസികരാജ നമ്പർ 1, സൂര്യ ടി.വി തന്നെ അവതരിപ്പിച്ച ആടാം പാടാം എന്ന പ്രോഗ്രാമിലൂടെയും നമ്മുടെയൊക്കെ പ്രിയങ്കരമായി കൊണ്ടിരിക്കുന്ന മലയാളികളുടെ പ്രിയ ചാനലായ ഏഷ്യാനെറ്റിലെ വോഡഫോൺ കോമഡി സ്റ്റാർസ് എന്ന പ്രോഗ്രാമിലൂടെയൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്താറുണ്ട്. മമ്മൂട്ടിയുടെ അപരനായിട്ടും എത്താറുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടി അഭിനയിച്ച പ്രാഞ്ചിയേട്ടൻ അറ്റ് സെയിൻ്റ് എന്ന ചിത്രത്തിലൂടെയും ശ്രീനിവാസൻ അഭിനയിച്ച സരോജ് കുമാർ എന്ന ചിത്രത്തിലൂടെയും പിന്നീടിപ്പോൾ ഡബ്ബിങ് പൂർത്തിയായിട്ട് സെപ്റ്റംബർ റിലീസാകാൻ പോകുന്ന ട്രിവാൻഡ്രം ലോഡ്ജ് ജയസൂര്യ നായകനാവുന്ന എന്ന ചിത്രത്തിലൂടെയൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അല്ല, വട്ടവിള സരോജ് കുമാറിന്റെ വെക്കടപെടി കണ്ടോ? അയ്യോ എൻ്റെ അബ്ദുക്ക, എന്തൊരു മണ്ടം പടമായിരുന്നു. അവന് നാണമില്ലേ? വട്ടവിള എന്റെ വെള്ളിടി കണ്ടോ? കണ്ടോന്നോ? അബ്ദുക്ക കലക്കി. ചക്കര കൊടുത്ത് വട്ടവിളയും കലക്കി. നമ്മൾ രണ്ടുപേരുടെ മുമ്പിൽ ഈ സരോജ് കുമാർ വെറും വട്ടപൂജയാ. സംശയമില്ല, വെറും പോറൻ. ഹലോ, എല്ലാരും ഉണ്ടല്ലോ. താനൂര് താങ്കളുടെ ചുറ്റിക്കളി തട്ടിക്കളി കണ്ടപ്പോ ഞാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. സരോജിന്റെ വെക്കടാവേടി കണ്ടപ്പോ ഞാനും വിളിച്ചിട്ട് കിട്ടിയില്ല. ആ പടത്തിലെ അഭിനയത്തിന് സരോജിന് നാഷണൽ അവാർഡ് ഉറപ്പാ. ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടത്. മനസ്സിൽ ഞാൻ കുടിയിരുത്തി, കർക്കിടകം പെയ്തൊഴിഞ്ഞു, ചിങ്ങം കുളിർ കാറ്റുവീശി, ഓണത്തിൻ ഓർമ്മകൾ നിറയുമ്പോൾ നീ വന്നു നിൽക്കുന്നു ചാരേ. വേണാട് ടി.വി ഒരുക്കുന്ന വഴിയോര കാഴ്ചകൾ എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഇടയിൽ ഒരു പരിചയക്കാരനായി, ഒരു സുഹൃത്തായി ഞങ്ങൾ എത്തുന്നുണ്ട്. ഈ പ്രോഗ്രാമിലുടനീളം ഞങ്ങൾ കുസൃതി നിറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അതിനനുയോജ്യമായ കുസൃതി നിറഞ്ഞ ഉത്തരങ്ങൾ നിങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് കൈ നിറയെ അതിമനോഹരമായ സമ്മാനങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇത് ചവറ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ്. ശാസ്താംകോട്ടയിലെയും കരുനാഗപ്പള്ളിയിലെയും കൊല്ലത്തെയും ജനങ്ങളെ ഒരുമയോടെ എത്തിക്കുന്ന ഒരു ജംഗ്ഷനാണ്. ദേശീയപാതയിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ചവറ. ഈ ചവറയിലെത്തുന്ന ചില ആളുകളുണ്ട്. അവരോട് നമുക്ക് വേണാട് ടി.വി ഒരുക്കുന്ന വഴിയോര കാഴ്ചകളുടെ കുസൃതി നിറഞ്ഞ ചോദ്യങ്ങൾക്ക് അവരോട് നമുക്ക് ചോദിക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ചവറ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ്. ദേശീയപാതയിലെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഈ ചവറ. ഈ ചവറയിൽ ജംഗ്ഷനിൽ വന്നു നിൽക്കുന്ന ചിലരോട് നമ്മുടെ വേണാടി TV ഒരുക്കുന്ന വഴിയോര കാഴ്ചകൾ എന്ന പ്രോഗ്രാമിലെ കുസൃതി ചോദ്യം ചോദിക്കുവാൻ പോവുകയാണ്. അപ്പോൾ അവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. മോൻ്റെ പേരെന്താ? മുഹമ്മദ് ഷിയാസ്. എന്ത് പഠിക്കുകയാണോ? 8ാം ക്ലാസ്സിൽ. എവിടെ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അത് ശരി. അപ്പോൾ മോൻ്റെ പേരെന്താ? ആദർശ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് ഇയർ. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? SM കോളേജിൽ. ഹർഷിദ്. എന്ത് ചെയ്യുക? പഠിക്കുകയാണ്. DOA. അക്കു. അപ്പോൾ ഇപ്പോൾ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കണം. അതായത് ഇപ്പോൾ കുസൃതി ചോദ്യം ഉണ്ട്, അതല്ല, അതിനു മുമ്പ് ഞാൻ ചോദിക്കുക, ഈ മലയാള സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കുഴപ്പമില്ല. ഇപ്പോഴത്തെ സിനിമകളെന്ന് പറയുമ്പം പഴയ സിനിമകളിൽ അത്രയും മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിലും യുവാക്കളുടെ ട്രെൻഡിനനുസരിച്ചുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ സിനിമയെല്ലാം ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള നിലനിൽക്കുന്ന മമ്മൂട്ടി, മോഹൻലാൽ അല്ലാതെ കുറച്ച് നടന്മാരുണ്ടല്ലോ. ഇപ്പോൾ പുതിയ തലമുറയുടെ കുറേ നടന്മാർ ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തു. അതിൽ ഏത് നടനാണ് ഇഷ്ടം? ഫഹദ് ഫാസിലിന്. അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്താ? യുവാക്കളുടെ ഒരു ഇഷ്ടനടനാണ്. എല്ലാവർക്കും അനുയോജ്യമായ ആധുനിക രീതിയിലുള്ള ഒരു അഭിനയമാണ്. നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമാണ് അല്ലേ? അതായത് മറ്റുള്ളവർ നടന്മാർ ഉപയോഗിക്കുന്ന പോലെ വിഗോ അല്ലേ, ഒരു ഗ്ലാമർ പരിവേഷം ഒന്നും നൽകാതെ കഥാപാത്രമായി മാറുന്നത് കൊണ്ടാണ് ഫഹദ് ഫാസിലിന് ഇഷ്ടമായത്. അപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ ഏത് പടമാണ്? ഡയമണ്ട് നെക്ലസ്. ഡയമണ്ട് നെക്ലസ് വളരെയേറെ ഇഷ്ടമാണല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഫഹദ് ഫാസിലിൻ്റെ ഫാനാണോ? തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ നിങ്ങളെപ്പോലുള്ള തലമുറകൾ ഇങ്ങനെ വരിക. കാര്യം എന്ന് വെച്ചാൽ മമ്മൂട്ടി, മോഹൻലാലും കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ നടൻ ആര്, ഈ തലമുറയുടെ നടൻ ആരെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഒരു ആൻസറാണ് ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടൻ ഒരുപാട് ഇപ്പോൾ ഒരു 3-4 സിനിമ അദ്ദേഹം അഭിനയിച്ചത് തന്നെ എല്ലാം സൂപ്പർ ഹിറ്റാണല്ലേ? അതെ. You can always approach me. And good luck. Thank you, madam. Good night. Good night. ஐயோ, இவ டாக்டரா இல்ல மவுண்ட் பேட்டன் கிராண்ட் டாக்டரா? என்ன இங்கிலீஷ் ஒண்ணுமே புரியல. Don't worry. நான் உங்களுக்கு தமிழ்ல பேசி മനസ്സിലാക്കി തരാം. അവളുங்க சொன்னது your duty பத்தி தான். இது தமிழா தமிழாலமா? தமிழ் உங்களுக்கு தாராளமா தெரியும்னு இப்ப எனக்கு தெரியுது. உங்க தமிழை நான் டெஸ்ட் பண்றேன். ஒரு கேள்வி கேட்கட்டுமா? தாராளமா கேளு. எறும்பு வாயை விட சின்னது அது என்னது? என்ன? எறும்புல எறும்பு, ஆண்ட் ஆண்ட். அதோட வாயை விட சின்னது அது என்னது? എന്ത് പറ്റി ഡോക്ടർ? ശാന്തനി സിസ്റ്റർ, ഈ ഉറുമ്പില്ലേ, ഉറുമ്പ്, അതിന്റെ വായേക്കാൾ ചെറുത് എന്തായിരിക്കും? ഈ ഡോക്ടർക്ക് എന്നാ പറ്റി? അപ്പൊ ഇനി നമുക്ക് കുസൃതി ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഒരു നർമ്മപ്രധാനമായിട്ടുള്ള ഒരു കുസൃതി കലർന്ന ചോദ്യമാണ്. അപ്പൊ അതിനെ അതിന്റെ രീതിയിൽ കാണണം, അല്ലാതെ അതിനെ ഗൗരവത്തോടെ കാണരുത്. ഇത് കുസൃതി നിറഞ്ഞ ചോദ്യമാണ്. അപ്പോൾ സ്വന്തം പേര് പറഞ്ഞ് കരയുന്നത് ആര്? കാക്ക. കാക്ക. ഓക്കെ. അപ്പോൾ ഉത്തരം പറഞ്ഞത് ഹർഷിദ്. അപ്പോൾ ഹർഷിദ് പറഞ്ഞ ഉത്തരം ശരിയാണ്. കാക്കയാണ് സ്വന്തം പേര് പറഞ്ഞ് എന്ന് കരയുന്നത്. അപ്പോൾ ഇയാൾക്ക് സമ്മാനം കാത്തിരിക്കുന്നുണ്ട്. ആരാ സമ്മാനം നൽകുന്നതെന്നറിയോ? പാലാട്ട് പേർഷ്യൻ ജ്വല്ലറി നൽകുന്ന അതിമനോഹരമായ സമ്മാനമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾ അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ കടന്നു വരാൻ ഞാൻ പറഞ്ഞു. വന്നപ്പോൾ കണ്ടോ, ധൈര്യപൂർവ്വം കടന്നു വന്നപ്പോൾ കിട്ടിയതെന്താ? പാലാട്ട് പേർഷ്യൻ ജ്വല്ലറി നൽകുന്ന അതിമനോഹരമായ സമ്മാനമാണ്. ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ സ്വീകരിച്ചാട്ടെ. അപ്പോൾ നല്ലൊരു കൈയടിയോടെ നമുക്ക് ഹർഷാദിന് കൊടുക്കാം. അപ്പോൾ ഹർഷാദിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പുതിയ തലമുറയുടെ താരമായി മാറിയ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ കഴിഞ്ഞിട്ട് ഈ കാലഘട്ടത്തിൻ്റെ പുതിയ താരമായി മാറിയിരിക്കുന്ന ഫഹദ് ഫാസിലിൻ്റെ അതിമനോഹരമായ ഒരു ഗാനം നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ കാണാം, ആസ്വദിക്കാം. People wanna step into the party and jive. Watch them make it, break it down, the music will just ooze. What you wanna do, baby? It's on you, baby. Trying to walk around, man, who the hell are you?
കേരളത്തിലെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽ ഷോറൂമായ വിഷൻ സിറ്റി വേൾഡ് ക്ലാസ് ഒപ്റ്റിക്കൽ ഷോറൂം കരുനാഗപ്പള്ളി KC സെന്ററിൽ എന്നെ സ്നേഹിക്കുന്ന എനിക്കേറെ പ്രിയപ്പെട്ട നിങ്ങൾക്കായി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ലോകോത്തര നിലവാരമുള്ള ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും വിപുലമായ കളക്ഷൻസും കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്കിനോടൊപ്പം പ്രമുഖ ബ്രാൻഡഡ് വാച്ചുകളുടെ വാച്ച് ഗാലറിയും പെൻ ഷോപ്പിയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കരുനാഗപ്പള്ളി KC സെന്ററിൽ വിഷൻ സിറ്റി വേൾഡ് ക്ലാസ് ഒപ്റ്റിക്കൽ ഷോറൂം ഇന്ന് തന്നെ സന്ദർശിക്കൂ. വിഷൻ സിറ്റി വേൾഡ് ക്ലാസ് ഒപ്റ്റിക്കൽ ഷോറൂം ആൻഡ് ടൈം സിറ്റി വാച്ച് ഗാലറി, KC സെന്റർ, കരുനാഗപ്പള്ളി. ഈ ചവറ എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഇവിടെ നിന്നും പോകുന്ന അടൂർ ബസ്സിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ ഈ ബസ്സിൽ ഇരിക്കുന്ന യാത്രക്കാരോട് നമ്മുടെ കുസൃതി നിറഞ്ഞ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ കുസൃതി നിറഞ്ഞ ചോദ്യം ചോദിക്കുമ്പോൾ കുസൃതി നിറഞ്ഞ ഉത്തരം നൽകുവാൻ നിങ്ങളെല്ലാവരും റെഡിയാണോ? റെഡിയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകാൻ ഈ ബസ്സിൽ കയറിയിരിക്കുന്നത്? ശങ്കരമംഗലം. ശങ്കരമംഗലത്ത് പോകാനാണ്. ആറുമുറിക്കടയിലോട്ട് പോകാനാണ് അല്ലേ? അപ്പോൾ ഹലോ, ഇതെന്താ മാറിയിരിക്കുന്നത്? ഇതൊക്കെ മോശമായിട്ടോ അല്ലേ? ചെറുക്കൻ പെണ്ണ് കാണാൻ വരുമ്പോഴത്തേക്ക് പെണ്ണ് നഗച്ചിത്രം വരയ്ക്കുന്ന കണക്ക്. എന്റെ പേരെന്താ? ശരത്ത്. അളിയ എന്നോട് ചോദിക്കല്ലേ എന്ന്. ഇതെന്നെ മുകേഷിന്റെ അളിയനാണോ? അളിയ എന്നോട് ചോദിക്കില്ലേ. ഹലോ, പേരെന്താ? അമരീഷ്. അപ്പോൾ ബസ് പോകാൻ പോവുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് കുസൃതി ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ സുഹൃത്തെ, മിന്നലും വൈദ്യുതിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും ജീവൻ പോവും. രണ്ടും ജീവൻ പോവോ? ആരുടെ ജീവൻ പോവും? നമ്മുടെ ജീവൻ പോവും. അത് ശരി, അടിച്ചാ പോവും. അടിച്ചില്ലേ കുഴപ്പമില്ലല്ലേ? ലോട്ടറി ആണോ? എന്താണ് മിന്നലും വൈദ്യുതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചേട്ടനെ ഉൾപ്പെടുത്താൻ കേട്ടോ. മിന്നലും വൈദ്യുതിയും തമ്മിലുള്ള വ്യത്യാസമാണ്. കുസൃതി ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ശാസ്ത്രീയപരമായിട്ടും സയൻസ് പരമായിട്ടുള്ള ചോദ്യം അല്ല ഇത്. ആണെങ്കിൽ തന്നെയും അതിൽ ഒരു നർമ്മം കലർന്നിരിപ്പുണ്ട്. അത് എന്താണ്? ആ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? പ്രിയമുള്ളവരെ, ചോദ്യം ഇതാണ്. മിന്നലും വൈദ്യുതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നർമ്മം കലർന്ന ചോദ്യമാണ്. ഉത്തരം പറയുന്നവർക്ക് പാലാട്ട് പേർഷ്യൻ ജ്വല്ലറി നൽകുന്ന കൈ നിറയെ മനോഹരമായ സമ്മാനമാണ്. വണ്ടി പോകല്ലേ ചേട്ടാ, വണ്ടി പോകാൻ പോകുന്നു. വണ്ടി പോകാതിരിക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട നടനേതാ? പൃഥ്വിരാജിനെയാണ് ഇഷ്ടം. അപ്പൊ പ്രിയമുള്ളവരെ, പൃഥ്വിരാജിന്റെ അതിമനോഹരമായ ഒരു സീൻ നമുക്ക് ആസ്വദിക്കാം വഴിയോര കാഴ്ചകൾ എന്ന പ്രോഗ്രാമിലൂടെ.
ആളും തരവും നോക്കി സംസാരിച്ചില്ലെങ്കിൽ ഇടിച്ചു നിന്റെ മുഖത്തിന് ഞാൻ. ബ്രദർ എന്തിനാ വെറുതെ പയ്യനെ ഉപദ്രവിക്കുന്നത്? സിഗ്നൽ തെറ്റിച്ച് വണ്ടി എടുത്തോണ്ട് വന്നത് സാറല്ലേ? അത് ചോദിക്കാൻ നീ ആരാ? മനസ്സിലായില്ല. ഞാനൊരു പാവം വഴിയാത്രക്കാരൻ. ഈഗോ ഒക്കെ മാറ്റിവെച്ച് വണ്ടി എടുക്ക്. എയർപോർട്ടിലേക്ക് പോകുന്നവരാ എന്റെ വണ്ടിക്കകത്ത്. സമയം തെറ്റി അവർക്ക് ഫ്ലൈറ്റ് മിസ്സാവും. ചെല്ല് പ്ലീസ്. എന്റെ വണ്ടി പോയിട്ട് എടുത്താൽ മതി. ഏത് മറ്റവന്റെ വണ്ടിയും. ബ്രദർ, വാശി പിടിച്ചാൽ നമ്മുടെ രണ്ടുപേരുടെയും പോക്ക് മുടങ്ങും. അതുകൊണ്ട് ഒന്ന് സഹായിക്ക്. നിന്നോടല്ലാണ് പറഞ്ഞത് പറ്റില്ലെന്ന്. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ നീ നിന്റെ വണ്ടി റിവേഴ്സ് എടുക്ക്. ഞാനേ നമ്മുടെ ലാലേട്ടന്റെ മോഹൻ ലാലേട്ടന്റെ കടുത്ത ആരാധകനാണ്. മൂപ്പറ വണ്ടി പുറകോട്ട് പോവില്ല അത്ര. അതിന് റിവേഴ്സ് ഗിയർ ഇല്ല. ഈയിടയ്ക്ക് ഏതോ TV ന്യൂസിൽ കണ്ടതാ. അത് കണ്ടപ്പം മുതല് അതുപോലൊരു ഷടകം സ്വന്തമാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ചതാ. ദോ ആ കിടക്കുന്നത്. അതിനുമില്ല റിവേഴ്സ് ഗിയറേ. അതുകൊണ്ട് എടുത്ത് മാറ്റണം നിന്റെ കോപ്പിലെ പജീറോ. മാറ്റിയില്ലെങ്കിൽ നീ എന്തോ ചെയ്യൂടാ. ഏയ്, എനിക്കിഷ്ടപ്പെട്ടു നിന്നെ. മാധവന്റെ ക്ഷാത്രവീര്യത്തിന്റെ അതേ ജനിതക ബലമുണ്ട് നിന്റെ യൗവനത്തിന്. പക്ഷെ നിന്റെ ഈ ശക്തി ഉണ്ടല്ലോ, ഈ മസില്, ഇത് പോരാതെ വരുമോനെ ഇപ്പുറത്തെ എതിരാളികൾ ഞങ്ങളാവുമ്പോ. ബ്രദർ, മോഹങ്ങളാകാം, വ്യാമോഹങ്ങളാകരുത്. വാശികളാകാം, പിടിവാശികളാകരുത്. നീ സ്വരുക്കൂട്ടി വെച്ച ആയുധങ്ങളൊക്കെ തികയാതെ വരും ചന്ദ്രഗിരിയിൽ മാധവൻ എന്ന എന്റെ അച്ഛനെ തോൽപ്പിക്കാൻ. പറഞ്ഞതൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഞങ്ങൾ യൂത്തിന് അത് താല്പര്യമില്ല. ബഷി ഗ്രൂപ്പ് വിശ്വസ്തതയുടെ 43 പരം വർഷങ്ങൾ. ഇന്റർനാഷണൽ കമ്പനികളായ വുഡ്ലാൻഡ്, ലീ കൂപ്പർ, ഡോക്ക് ആൻഡ് മാർക്ക്, പ്യൂമ, അഡിഡാസ് കമ്പനികളുടെ പാദരക്ഷകൾ, VIP ആൽഫ ലഗേജുകൾ, ഇമ്പോർട്ടഡ് ട്രോളി ബാഗ്, വെഡിംഗ് ചപ്പൽസ്, ഷൂസുകൾ, ബാഗുകൾ, കുട്ടികൾക്കുള്ള മോഡേൺ പാദരക്ഷകൾ, അങ്ങനെ എല്ലാം അണിയിച്ചൊരുക്കിയിരിക്കുന്നു. ഇല്ല ഇതുപോലൊന്ന് മറ്റൊരിടത്തും. ബഷി ഷൂ ബസാർ ആൻഡ് മൊബൈൽ സിറ്റി. ബഷി ജെൻസ് വേൾഡ്, ശ്രീരംഗം ടവർ, മസ്ജിദ് റോഡ്, കരുനാഗപ്പള്ളി. ഫോൺ 2630-893, മൊബൈൽ 9947272588. വിൽപ്പനാനന്തര സേവനം. K4EVER ബഷി ഗ്രൂപ്പ്. ബഷി. പ്രിയമുള്ളവരെ, വേണാട് ടിവിയുടെ വഴിയോര കാഴ്ചകൾ എന്ന പ്രോഗ്രാം എത്തി നിൽക്കുന്നത് നമ്മുടെ ചവറയിലെ ഒരു മർമ്മപ്രധാനപ്പെട്ട ഒരു കടയിലാണ്. ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് ജോസഫ്. ജോസഫ് അലക്സ് ആണോ? ജോസഫ് തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ആണോ? അല്ല. ഈ സിനിമയെ കുറിച്ച് ജോസഫ് ചേട്ടന്റെ അഭിപ്രായം എന്താ? ഇപ്പൊ സിനിമാ ലോകം നല്ല വഴി പോകുന്നത് കൊണ്ട്, തെറ്റായ വഴി പോകുന്നതുകൊണ്ട്. നല്ല വഴി പോകുന്ന സിനിമ ഏതൊക്കെയാണ്? മോറൽ സൈഡ് കൊള്ളാവുന്നതുകൊണ്ട്, ഇന്നത്തെ പിള്ളേർക്ക് ആവശ്യമുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട്. അപ്പോ ഇപ്പൊ ചേട്ടന് മൊബൈൽ ഫോണിനെ പറ്റി പറയണോ? മൊബൈൽ ഫോണിനെ പറ്റി എങ്കിൽ മൊബൈൽ ഫോണിന്റെ ദുരൂഹതയെ പറ്റിയുള്ള സിനിമകളും ഉണ്ട് അല്ലെ? ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് അല്ലെ? കൗമാരക്കാരൊക്കെ വഴിതെറ്റി പോകുന്ന തരത്തിലുള്ള അതിന്റെ ഉപയോഗം. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേണാട് TV ഒരുക്കുന്ന വഴിയോര കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇതിനൊരു നർമ്മപ്രധാനമായിട്ടുള്ള ഒരു കുസൃതി ചോദ്യം ചോദിക്കും. ഈ കുസൃതി ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള കുസൃതി നിറഞ്ഞ ഉത്തരം നൽകുകയാണെങ്കിൽ ചേട്ടനെ കാത്തു നിൽക്കുന്നത് പാലാട്ട് പേർഷ്യൻ ജുവലറി നൽകുന്ന അതിമനോഹരമായ സമ്മാനമാണ്. അപ്പൊ സമ്മാനം വാങ്ങാൻ ചേട്ടൻ റെഡിയല്ലേ? സമ്മാനത്തിനൊന്നും കാര്യമില്ല. ആൻസർ കറക്റ്റ് ആയിട്ട് പറയാൻ ഒക്കുമെങ്കിൽ പറയാം. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ എവിടെ പോകാനാണ് ഇങ്ങോട്ട് വന്നത്? ഇവിടെ കടയിൽ വന്ന് സാധനം വാങ്ങിക്കാൻ വന്ന് ഇനി വീട്ടിലോട്ട് പോകും. അപ്പൊ ഏത് സിനിമാ നടനെയാണ് ഇഷ്ടം? മോഹൻലാൽ. മമ്മൂട്ടി മോഹൻലാലിനെ ഇഷ്ടമാണ്. അപ്പൊ ഈ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ പുതിയ തലമുറകളെ ആയ കുറെ നടന്മാരുണ്ടല്ലോ, അവരെയൊന്നും ഇഷ്ടമല്ലേ? അവരെയും ഇഷ്ടമുണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ചില പയ്യന്മാർ വന്നിട്ടുണ്ടല്ലോ, അവരെ ആരെയാണ് ഇഷ്ടം? പൃഥ്വിരാജാണോ? പൃഥ്വിരാജാണ് ഇഷ്ടം അല്ലേ? നമ്മുടെ സുകുമാരന്റെ ഒക്കെ മോൻ പൃഥ്വിരാജിനെയാണ് ഇഷ്ടം. ചേട്ടന്റെ പേരെന്താ?
എൻ്റെ പേര് ഷറഫുദ്ദീൻ. ഷറഫുദ്ദീൻ, അത് ശരി. ചേട്ടൻ ഇവിടുത്തെ കച്ചവടം ചെയ്യുന്ന ചേട്ടനാണോ? അപ്പോൾ അത് ശരി. അമ്മേ തള്ളേ പുലിയാണ് കേട്ടാ. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ എത്ര വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്? ഇപ്പോൾ 7 വർഷമായിട്ട്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഇപ്പോൾ ഭക്ഷ്യപരമായിട്ടുള്ള ചില പ്രോബ്ലമൊക്കെ ഇപ്പോൾ നമ്മുടെ കച്ചവടത്തെ ബാധിച്ചോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ ഫ്രൂട്ട്സിന്റെ ആയതുകൊണ്ട് വളരെ പ്രശ്നമില്ല അല്ലേ? ഹോട്ടലിലൊക്കെയാണ്. ഇവിടെ ആപ്പിളിന് പ്രശ്നമുണ്ടെന്ന് പറയുന്നിട്ട് അതുകൊണ്ട് പെയിന്റ് അടിച്ചിട്ടേക്കെന്ന് പറയുന്നിട്ട് ഇവിടെ എടുത്തു നോക്കാം എല്ലാവർക്കും. നമ്മൾ പെയിന്റ് അടിച്ചിട്ടില്ല, വൈറ്റ് വാഷും ചെയ്തിട്ടില്ല അല്ലേ? ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ് ഓരോ കാര്യങ്ങൾ. നമ്മുടെ കച്ചവടം മുട്ടിക്കുക, നമ്മുടെ വഴിമുട്ടി ഉണ്ടായിരിക്കും, പല സ്ഥലത്തും ഉണ്ട്. നമുക്കിവിടെ പ്രശ്നമില്ല, എല്ലാവർക്കും പരിശോധിച്ച് നോക്കാം, വെളിയിലെടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ ചേട്ടാ, നമ്മുടെ വേണാടി TV ഒരുക്കുന്ന വഴിയോര കാഴ്ചകൾ എന്ന പ്രോഗ്രാമിലൂടെ അതിൻ്റെ ഒരു കുസൃതി ചോദ്യമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഷറഫുദ്ദീൻ ചേട്ടൻ അതിൻ്റെ ചോദ്യം ചോദിച്ചാൽ അതിന് അനുസൃതമായിട്ടുള്ള ഉത്തരം നൽകുമെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്നാലും ഈ മോനെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടുകളെ. എന്താണ് മോൻ്റെ പേര്? ഹാരിഷ്. കേട്ടില്ല? ഹാരിഷ്. ഹാരിഷ്, ഓക്കെ. ഹാരിഷ് ഇവിടുത്തെ ഈ ജോലിക്കാരനാണ്. എവിടെയാണ് വീട്? ചവറയിലാണ് വീട് അല്ലേ? അപ്പോൾ എന്തിരുന്നാലും ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഇങ്ങോട്ടൊന്ന് നിരന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ ചോദ്യം ചോദിക്കാം. അപ്പോൾ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ജോസഫ് ചേട്ടാ, ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിലൊരു നർമ്മം ഒളിച്ചിരിപ്പുണ്ട്. അതായത് വൈദ്യുതിയും മിന്നലും തമ്മിലുള്ള വ്യത്യാസമാണ്. മിന്നൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അത് വൈദ്യുതി ജനറേറ്റർ വഴിയായിട്ട് വരുന്നത്. ഒന്ന് ചോദ്യം ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. അതായത് മിന്നലും വൈദ്യുതിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? മിന്നല് പ്രകൃതിയിൽ നിന്നുള്ള അത്യുഗ്രമായ ആഘാതം ഉണ്ടാകും. അതിൽ നിന്ന് അപകടങ്ങൾ വർദ്ധിക്കും. മറ്റേത് അത്രയില്ല. ഇത് അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ശാസ്ത്രപരമായിട്ടുള്ള സയൻസ് പരമായിട്ടുള്ള കറക്റ്റ് ആൻസർ ആണ് ജോസഫ് ചേട്ടൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അപ്പോൾ അധ്യാപകനാണല്ലേ? ഏത് സ്കൂളിലെയാണ്? ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു. ഇപ്പൊ 21 വർഷമായി പെൻഷനായിട്ട്. അപ്പൊ അത് ശരി. അപ്പോൾ അറിവിന്റെ ഒരു ഉറവിടമാണ്. അപ്പോൾ പരിചയപ്പെട്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, വേണാടി TV ഒരുക്കുന്ന വഴിയോര കാഴ്ചകൾ എന്ന പ്രോഗ്രാമിലൂടെയുള്ള ഒരു കുസൃതി ചോദ്യമാണ്. അതായത് നർമ്മം നിറഞ്ഞ കുസൃതി ചോദ്യത്തിന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ പേർഷ്യൻ ജ്വല്ലറി, അതായത് പാലാട്ട് പേർഷ്യൻ ജ്വല്ലറി നൽകുന്ന സമ്മാനമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് കുസൃതി ചോദ്യമാണ്. അതായത് മിന്നലും വൈദ്യുതിയും തമ്മിലുള്ള വ്യത്യാസം, അതിലൊരു കുസൃതി ഒളിഞ്ഞു കിടപ്പുണ്ട്, നർമ്മമുണ്ട്. ആ നർമ്മം അനുസരിച്ചുള്ള ഉത്തരം ഇങ്ങോട്ട് പോരട്ടെ. അപ്പോൾ നമുക്ക് ജോസഫ് സാറിന് ചിലപ്പോൾ അത് ആ നർമ്മം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഷറഫുദ്ദീൻ ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലാം. ഷറഫുദ്ദീൻ ചേട്ടൻ അറിയാൻ പറ്റില്ല. അയ്യോ, വിദ്യാഭ്യാസമൊന്നും വേണ്ട ഇതിന്. ഇത് നർമ്മം നിറഞ്ഞൊരു ചോദ്യമാണ്. അയ്യോ, അതായത് വൈദ്യുതി മിന്നലും തമ്മിലുള്ള വ്യത്യാസം. വൈദ്യുതി ഞാനിത് കേട്ടോണ്ടിരിക്കല്ലേ, എനിക്കും അതേപോലെ പ്രത്യേകിച്ച് പറയാൻ ഒക്കത്തില്ല. അത് ശരി, അതിലൊരു നർമ്മം കിട്ടുന്നില്ല. ഹാരിഷ് എന്ത് പറയാനുണ്ട്? എനിക്ക് പറയാനുള്ളത് വൈദ്യുതി സ്പർശനത്തിലൂടെ നമുക്ക് അത് ശാസ്ത്രീയപരമായിട്ട് ആൻസർ പറയില്ല, ഒരു കുസൃതിപരമായിട്ടാണ് നിങ്ങൾക്ക് ആൻസർ വേണ്ടത്. ഒരു ആലോചിക്കാൻ ഒരു ടൈം അതെ, ആലോചിക്കാനുള്ളൊരു സമയം നമുക്കില്ല. ഇത്രയൊക്കെ സമയം കിട്ടത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാലേ ആരിഷ് ഇവിടെ നിന്ന് ആപ്പിള് മുറഞ്ഞ് മുന്തിരിയൊക്കെ കഴിക്കുന്നില്ലേ, എന്നിട്ടും എന്താ ബ്രെയിൻ അങ്ങോട്ട് കുസൃതി വരാത്തത്? ഓ, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ശമ്പളം കിട്ടത്തില്ലല്ലേ? ഇത് പറ്റില്ലങ്ങ് പോവും. ആൽബം സോങ് ഒക്കെ കാണാറുണ്ടോ? ആരിഷിനെ കണ്ടിട്ട് ഒരു ആൽബം സോങ്സിൽ ഒരു നായകനെ പോലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. ഈ ഹാരിഷേ, ഈ ആൽബം സോങ്ങിൽ പാടുന്ന ഏത് ഗായകനെ ആണ് കൂടുതൽ ഇഷ്ടം? ഷാഫി. കൊല്ലം ഷാഫി. അപ്പോൾ പ്രിയമുള്ളവരെ, ഹാരിഷിനെ ഏറെ ഇഷ്ടപ്പെട്ടത് ഷാഫിയാണ് ഇഷ്ടം. അപ്പോൾ അദ്ദേഹത്തിന്റെ നല്ലൊരു മനോഹരമായ ഒരു ഗാനം വഴിയോര കാഴ്ചകളിലൂടെ നമുക്ക് ആസ്വദിക്കാം. നിന്ന എനിക്കിഷ്ടമാണ് ദേറുബ, എന്നും എന്റെ സ്വപ്നമാണ് ദേറുബ. പെണ്ണെ നിന്ന എനിക്കിഷ്ടമാണ് ദേറുബ, എന്നും എന്റെ സ്വപ്നമാണ് ദേറുബ. എന്നുയിരായി ഒന്നഴകായി ഇനി എന്നും കൂടാൻ വാ. എന്നുയിരായി ഒന്നഴകായി ഇനി എന്നും കൂടാൻ വാ. എനിക്കിഷ്ടമാണ് ദേറുബ, എന്നും എന്റെ സ്വപ്നമാണ് ദേറുബ.
വന്നു ഞാൻ തേൻമൊഴി കേൾക്കാൻ കാതോർത്തു നിന്നു ഞാൻ എന്റെ കുഞ്ഞിക്കിളിയെ കൊഞ്ചും മഞ്ഞക്കിളിയെ എന്നെ കണ്ടില്ലെന്നു നടിക്കല്ലേ പിങ്ങും നെഞ്ചിനുള്ളിലെ പൊങ്ങും സ്നേഹത്തിരകൾ നിന്നെ പുണരുവാൻ കൊതിക്കുന്നു എന്റെ റാണിയായി നിറസ്നേഹമായി വരുമോ പ്രിയമായി നീ നിന്നെ എനിക്കിഷ്ടമാണ് ദേരുബാ എന്നും എന്റെ സ്വപ്നമാണ് ദേരുബാ പെണ്ണെ നിന്നെ എനിക്കിഷ്ടമാണ് ദേരുബാ എന്നും എന്റെ സ്വപ്നമാണ് ദേരുബാ Opening shortly. Kids World Play School, Tevalakara. പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും വേണാട് ടി വി അണിയിച്ചൊരുക്കുന്ന വഴിയോര കാഴ്ചകൾ എന്ന പ്രോഗ്രാമിലെ ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ ID venadinfo@gmail.com. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നതുവരെ നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. വഴിയോര കാഴ്ചകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വിഷൻ സിറ്റി വേൾഡ് ക്ലാസ് ഓപ്റ്റിക്കൽ ഷോ ആൻഡ് ടൈം സിറ്റി വാച്ച് ഗാലറി, കരുനാഗപ്പള്ളി. ബഷി ഷൂ ബസാർ ആൻഡ് മൊബൈൽ സിറ്റി, Bashi Gents World, Masjid Road, Karunagapalli. Opening shortly. Kids World Play School, Tevalakara.